സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാർ സമരത്തിൽ. OP ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് സമരം. ആശുപത്രിയുടെ പ്രവർത്തനത്തെ സമരം ബാധിച്ചിട്ടുണ്ട്. അനഘ ഹർഷൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനഘ, സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാർ സമരം ചെയ്യുന്നത്. OP ഉൾപ്പെടെ ബഹിഷ്കരിക്കുന്നതിലൂടെ ആശുപത്രിയുടെ പ്രവർത്തനത്തെ ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? തീർച്ചയായും നിലവിൽ ദിവസേന 3000-ലധികം രോഗികൾ എത്തുന്ന ഇപ്പോൾ PG ഡോക്ടർമാർ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇവർക്ക് സ്റ്റൈപ്പൻഡ് ലഭിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇന്നലെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരുമായി PG ഡോക്ടർമാർ നിരന്തരം ചർച്ച നടത്തിയിരുന്നു. അവർക്ക് കിട്ടാനുള്ള സ്റ്റൈപ്പൻഡ്, അതായത് ഫെബ്രുവരി മാസത്തെ സ്റ്റൈപ്പൻഡ് ലഭിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിരന്തരം ആശുപത്രി അധികൃതരുമായി ഇവർ ചർച്ച നടത്തിയിരുന്നു. ഇന്നലെയും ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയൊക്കെ പൂർണ്ണ പരാജയമായതിനെ തുടർന്നാണ് ഇന്ന് 700ഓളം വരുന്ന PG ഡോക്ടർമാരുണ്ട്. അതിൽ 300-ലധികം ആളുകൾ ഇപ്പോൾ ആ PG ഡോക്ടർമാരാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ഫെബ്രുവരി മാസം കിട്ടാനുള്ള സ്റ്റൈപ്പൻഡ് തുക അത് ലഭിക്കണം. മാത്രമല്ല, ഇവർക്കെല്ലാ മാസവും സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നത് മാസം പകുതിയാകുമ്പോഴാണ്. അങ്ങനെ പറ്റില്ല. മാസം ആദ്യം തന്നെ തങ്ങൾക്ക് ഇത്തരത്തിൽ സ്റ്റൈപ്പൻഡ് ലഭിക്കണമെന്ന ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്ന് ഈ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തെ ഈ സമരത്തിൽ നിന്ന് ഇപ്പോൾ ഡോക്ടർമാർ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ OP അടക്കം ഇല്ലാത്തൊരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. പക്ഷെ വരും ദിവസങ്ങളിൽ കൃത്യമായി തന്നെ ഈ അത്യാഹിത വിഭാഗം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ബഹിഷ്കരിച്ചുകൊണ്ട് ഉള്ള സമരത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഈ PG ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മറ്റ് മെഡിക്കൽ കോളേജിലുള്ളവർക്കൊക്കെ തന്നെ കൃത്യമായി PG ഡോക്ടർമാർക്ക് സ്റ്റൈപ്പൻഡ് തുക ലഭിക്കുന്നുണ്ട്. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് എല്ലാ മാസവും ഇത്തരത്തിൽ മാസം പകുതിയാകുമ്പോഴാണ് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിൽ ഈ അധികൃതരോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. എന്നിട്ട് പോലും സ്റ്റൈപ്പൻഡ് ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാ വഴിയും അടഞ്ഞ ഏറ്റവും ഒടുവിലാണ് തങ്ങൾ സമരമുഖത്തേക്ക് ഈ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ഈ PG ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും നിലവിൽ ഈ ആശുപത്രി പ്രിൻസിപ്പൽ ഓഫീസിന്റെ മുന്നിൽ ഈ PG ഡോക്ടർമാർ ഇപ്പോൾ 300ഓളം വരുന്ന PG ഡോക്ടർമാരാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. എന്തായാലും പ്രിൻസിപ്പലിന്റെ ഈ ഓഫീസിൽ ഇവിടെ എത്തുന്ന സമയത്ത് തടയാനാണ് ഈ PG ഡോക്ടർമാരുടെ അടുത്ത നീക്കം. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.